നമസ്കാരം. രാജ്യത്തെ നടുക്കിയ 2006 ജൂലൈ 11 മുംബൈ ലോക്കൽ ട്രെയിൻ സ്ഫോടന കേസുമായി ബന്ധപ്പെട്ട 12 പ്രതികളെയും ബോംബെ ഹൈക്കോടതി വിട്ടയച്ചു. 5 പേർക്ക് വധശിക്ഷയും 7 പേർക്ക് ജീവപര്യന്തവും നൽകിയ വിചാരണ കോടതിയുടെ വിധിയാണ് റദ്ദാക്കിയത്. പ്രതികൾക്കെതിരായ കേസ് തെളിയിക്കുന്നതിൽ പ്രോസിക്യൂഷൻ പൂർണ്ണമായും പരാജയപ്പെട്ടതായി കോടതി നിരീക്ഷിച്ചു. 6 മലയാളികൾ ഉൾപ്പെടെ 180 പേരുടെ മരണത്തിന് കാരണമായ സ്ഫോടന പരമ്പരയിൽ 700-ലേറെ പേർക്കായിരുന്നു പരിക്കേറ്റത്. നഗരത്തിലെ റെയിൽവേ ശൃംഖലയെ പിടിച്ചുകുലുക്കിയ സ്ഫോടനമായിരുന്നു ഇത്. ഭീകരാക്രമണത്തിന് 19 വർഷത്തിന് ശേഷമാണ് വിധി വരുന്നത്. പ്രോസിക്യൂഷന്റെ തെളിവുകൾ പര്യാപ്തമായിരുന്നില്ലെന്ന് ജസ്റ്റിസുമാരായ അനിൽ കിലോർ, ശ്യാം ചന്ദക് എന്നിവരടങ്ങിയ ഹൈക്കോടതി പ്രത്യേക ബെഞ്ച് പറഞ്ഞു. പ്രതികൾക്കെതിരെ കേസ് തെളിയിക്കുന്നതിൽ പ്രോസിക്യൂഷൻ പൂർണ്ണമായും പരാജയപ്പെട്ടു. പ്രതികളാണ് ഈ കുറ്റം ചെയ്തതെന്ന് വിശ്വസിക്കാൻ പ്രയാസമാണ്, അതിനാൽ ഇവരുടെ ശിക്ഷ റദ്ദാക്കുന്നുവെന്ന് ഹൈക്കോടതി പറഞ്ഞു. വിചാരണ കോടതി 5 പേർക്ക് വധശിക്ഷയും 7 പേർക്ക് ജീവപര്യന്തം തടവുമായിരുന്നു വിധിച്ചിരുന്നത്. എന്നാൽ ഇത് ശരിവെക്കാൻ വിസമ്മതിച്ച പ്രത്യേക ബെഞ്ച് എല്ലാവരെയും വെറുതെ വിട്ടു. മറ്റ് കേസുകളിൽ പ്രതി അല്ലെങ്കിൽ ഇവരെ ഉടൻ ജയിലിൽ നിന്ന് മോചിപ്പിക്കണമെന്നും കോടതി പറഞ്ഞു. 2015 സെപ്റ്റംബർ 30 മഹാരാഷ്ട്രയിലെ വിചാരണ കോടതി 12 പ്രതികളെയും കുറ്റക്കാരായി കണ്ടെത്തി 5 പേർക്ക് വധശിക്ഷയും മറ്റുള്ളവർക്ക് ജീവപര്യന്തം തടവും വിധിക്കുകയായിരുന്നു. ഫൈസൽ ഷെയ്ഖ്, ആസിഫ് ഖാൻ, കമാൽ അൻസാരി, എഹ്തഷാം സിദ്ദുഖി, നവീദ് ഖാൻ എന്നിവർക്കായിരുന്നു വധശിക്ഷ വിധിച്ചിരുന്നത്. ഗൂഢാലോചനയിൽ പങ്കാളികളായ മറ്റ് 7 പ്രതികളായ മുഹമ്മദ് സാജിദ് അൻസാരി, മുഹമ്മദ് അലി, ഡോക്ടർ തൻവീർ അൻസാരി, മജീദ് ഷാഫി, മുസമിൽ ഷെയ്ഖ്, സൊഹേൽ ഷെയ്ഖ്, സമീർ ഷെയ്ഖ് എന്നിവർക്ക് ജീവപര്യന്തം തടവ് ശിക്ഷയും വിധിച്ചിരുന്നു. ഈ പ്രതികളെയാണ് ഹൈക്കോടതി കുറ്റവിമുക്തരാക്കിയത്. അന്വേഷണത്തിൽ കണ്ടെത്തിയ ആയുധങ്ങളും സ്ഫോടക വസ്തുക്കളും ഭൂപടങ്ങളും ലോക്കൽ ട്രെയിനിലെ സ്ഫോടനവുമായി ബന്ധമില്ലാത്തതാണ്. സ്ഫോടനത്തിൽ ഉപയോഗിച്ച ബോംബുകൾ ഏതെന്ന് തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞില്ലെന്നും കോടതി പറഞ്ഞു. 11 മിനിറ്റിനുള്ളിൽ 7 ബോംബുകളാണ് മുംബൈയിലെ വിവിധ ലോക്കൽ ട്രെയിനുകളിലായി പൊട്ടിത്തെറിച്ചത്. പ്രഷർ കുക്കറുകളിലാണ് ബോംബുകൾ വെച്ചിരുന്നത്. ആദ്യത്തേത് 6:24 അവസാനത്തേത് 6:35 പൊട്ടിത്തെറിച്ചത്. ലോക്കൽ ട്രെയിനുകളിലെ ഏറ്റവും തിരക്കേറിയ സമയമായിരുന്നു അത്. ചർച്ച് ഗേറ്റിൽ നിന്നുള്ള ട്രെയിനുകളിലെ ഫസ്റ്റ് ക്ലാസ് കമ്പാർട്ട്മെന്റുകളിലായിരുന്നു സ്ഫോടക വസ്തുക്കൾ വെച്ചത്. മാട്ടുംഗ റോഡ്, മാഹിം ജംഗ്ഷൻ, ഭദ്ര ഖർ റോഡ്, ജോഗേശ്വരി, ഭയാൻഡർ, ബോറിവാലി എന്നീ സ്റ്റേഷനുകൾക്ക് സമീപമായിരുന്നു സ്ഫോടനങ്ങൾ ഉണ്ടായത്.